സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും കർണാടകയിലും പരിസര പ്രദേശങ്ങളിലും മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃതലത്തിൽ നിന്നുകൊണ്ട് ആത്മീയമായി ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന വന്യരായ ത്വാക്ക ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് വലിയ വായിൽ സംസാരിക്കുന്നത് അദബുകേടാണ് എന്ന് നന്നായി അറിയുന്നവനാണ് ഞാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആഫിയത്തും സുഹത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് ദീർഘായുസ് നൽകട്ടെ. നമ്മൾ ശക്തമായി റമളാനിൻ്റെ രാവുകളിൽ ദുആ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ ഒരു സമ്മേളനം നടക്കുകയാണ്. വൻ ജനപങ്കാളിത്തമുള്ള 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ പ്രൗഢോജ്വലമായൊരു പ്രഭാഷണം നടക്കുകയാണ്. ആ ആയിരക്കണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരൊക്കെ ആവേശഭരിതരായി തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ആ പ്രസംഗം സാഗൂതം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനടക്കം പലരും അങ്ങനെ ഒരു പേര് കേൾക്കുന്നതും അങ്ങനെ ഒരാളെ അറിയുന്നതും പ്രസംഗം കേൾക്കുന്നതും ആദ്യമായിട്ടായിരിക്കും ഞങ്ങളെയൊക്കെ പ്രായക്കാർ. അത് ബഹുമാനപ്പെട്ട ത്വാക്ക ഉസ്താദായിരുന്നു. തീപ്പൊരി പ്രസംഗം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇന്ന് ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളു വല്ലാതെ വേദനിച്ചിങ്ങനെ ഇരിക്കുന്നു ഞാനവിടെ. ആ ശബ്ദമൊക്കെ ഒന്നും നിലച്ചു പോകാൻ പാടില്ല. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഓരോ പ്രദേശങ്ങളിലും ഇപ്പോൾ CM ഉസ്താദിന്റെ വഫാത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പകരം നൽകിയതാണ് ഉസ്താദിനെ എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രദേശങ്ങളിൽ ആ പ്രദേശത്തുള്ള മുഅ്മിനീങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഓരോ ആളുകളെ നിയമിക്കും. അത് പഴയ കാലം മുതലേ അങ്ങനെയാണ്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ആ നാട്ടിലെ ദീനി ചലനങ്ങളും ചൈതന്യവും നിലനിൽക്കുക. അത് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അയിമ്മത്തിന്റെ കാലഘട്ടം, നമ്മുടെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ സംഘടന രൂപീകരിക്കുന്നതിന്റെ മുമ്പുള്ള വർഷങ്ങൾ വരെ ലോകത്തിന്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലെ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങി ദീനീ പ്രവർത്തനം പ്രശോഭിതമായി നിലകൊള്ളുന്ന മേഖലകളിലൊക്കെ ദീനിന്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. അതില്ലാതെയാകുമ്പോൾ ആ നാട് ശിഥിലമായി പോകും. ആ ഒരു അവസരത്തിലാണ്, അങ്ങനെ ശൈഥില്യം സംഭവിച്ചപ്പോഴാണ് ആ കാലഘട്ടത്തിലുള്ള മഹാന്മാർ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന ഒരു കുടക്കീഴിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ ഒരുമിച്ച് കൂട്ടി നിർത്തിയത്. ഒരു കൂട്ടം പണ്ഡിതന്മാരാൽ ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാവാണ് ഉസ്താദ്. ഞാൻ ഇതിങ്ങനെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ഒന്നും ഇപ്പോൾ കാര്യങ്ങൾ ഉസ്താദിനെ കുറിച്ച് വിശദമായി അറിഞ്ഞോളണമെന്നൊന്നും ഉണ്ടാവില്ല. ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചും ബോധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്നായിട്ട് ദുആ ചെയ്യണം. ഞാൻ വീണ്ടും അതിങ്ങനെ പറയണ ഉസ്താദിന്റെ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സത്രയും വേദനിച്ചു പോയതുകൊണ്ടാണ്. എന്തോ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്നോടൊരാൾ പറഞ്ഞു, ശരീരം കൊണ്ട് തീരെ വയ്യ, പക്ഷെ എന്നാലും ദാറുന്നൂറുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും ഉസ്താദ് ഉണ്ടാവും. ഈ അവസ്ഥയിൽ അദ്ദേഹം നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഞാനൊക്കെ ഇങ്ങനെ ആലോചിക്കണം, നമ്മളൊക്കെ ശരിക്കും ലജ്ജിക്കണം. നമ്മൾ ചെറിയൊരു ജലദോഷം പിടിച്ചാൽ, ചെറിയ ഒരു പനി പിടിച്ചാൽ ഇന്ന് ഈ പരിപാടിക്ക് നമ്മൾ വരുവോ? ഇന്നൊരു പക്ഷേ നിങ്ങളുടെ ഈ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ ഇവിടെ വരാത്ത ആളുകളോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയുന്ന കാരണം എന്തായിരിക്കും? തൊണ്ടക്ക് സുഖം ഉണ്ടായിരുന്നില്ല അവർ, അല്ലെങ്കിൽ ജലദോഷം പിടിച്ചിരുന്നു. ഓക്കെ, നമ്മളെ അവസ്ഥയാണത്. അതാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കയ്യിലെന്തോ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ പറയണു. എന്നിട്ടും ഇവിടെ ഈ പരിപാടിയിൽ നേരത്തെ ഇവിടെ എത്തി നമ്മളോട് കൂടെ ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേതൃത്വം നമുക്ക് ദീർഘകാലം അല്ലാഹു നിലനിർത്തി തരട്ടെ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദാറുന്നൂറുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഈ ഓടി നടക്കുന്നത് എന്തിനാ? ഈ പ്രായാധിക്യം ചെന്ന സമയങ്ങളിൽ
വിശ്രമ ജീവിതം നയിക്കേണ്ട പ്രായം, സമയം എന്നൊക്കെ മനുഷ്യർ പൊതുവെ വിലയിരുത്തുന്ന സമയങ്ങളിൽ ഈ ദീനിനു വേണ്ടി രാജ്യത്തിന്റെ പുറത്തേക്ക് വരെ യാത്ര ചെയ്യുന്ന ഇതുപോലുള്ള പണ്ഡിതന്മാർ ഇത്ര ത്യാഗം സഹിക്കുന്നത് എന്തിനാണ് അവർ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാംസ്കാരികമായി ദീനി ചൈതന്യമുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം നാട്ടിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കലും ദീനി വിജ്ഞാനം പകരലും പകർന്നു കൊടുക്കലും നുകരലുമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ആലിമീങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ ആ നാടിന്റെ ശാപമാണത്. ആളുകൾ അധികരിക്കുമ്പോൾ സ്ഥാപനങ്ങളും അധികരിക്കും. പഴയ കാലത്തുള്ളതുപോലെയല്ല. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്ഥാപനങ്ങൾ, അസൗകര്യങ്ങൾ കൂടി വരും. അപ്പോൾ സൗകര്യപ്പെടുത്താൻ വേണ്ടി സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരും. അതേപോലെ പല നാടുകളിലേക്കും പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അവിടെയുള്ള മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി. അങ്ങനെ ഈ ഉമ്മത്തിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഘം ഈ ഉമ്മത്തിൽ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകേണ്ടതുമുണ്ട്. അത് നിലനിൽക്കുകയും വേണം. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ ഒരു ഉമ്മത്തുണ്ടാവട്ടെ, ഒരു വിഭാഗം ഉണ്ടാവട്ടെ.